IELTS എന്ന് പറയുന്നത് ഒരിക്കലും കിട്ടത്തില്ല, അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം എഴുതിയാൽ കിട്ടത്തില്ല എന്നൊക്കെ ഉള്ളു നമ്മുടെ തെറ്റിദ്ധാരണ. ചേട്ടാ, ഈ IELTS-നൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ലക്ഷങ്ങൾ വരെ ചിലവാക്കേണ്ടി വരാറുണ്ട്. ഈ പ്രോസസ്സിന് വേണ്ടി ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറുത്തായിരിക്കും. സ്പീക്കിങ്ങിൽ നമുക്ക് പാർട്ട് 2-ൽ നമുക്ക് സംസാരിക്കേണ്ട ഒരു സെഷൻ ഉണ്ട്. നമ്മൾ ഒരു ടോപ്പിക് തരും, അതിനെക്കുറിച്ച് നമ്മൾ 2 മിനിറ്റ് സംസാരിക്കണം. ഇതെല്ലാം നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ടിക്ക് മാർക്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ഗുഡ് സ്കോർ. ഈ 40 ക്വസ്റ്റ്യൻസിനെ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ക്രാക്ക് ചെയ്യണമെങ്കിൽ ചേട്ടാ, ഒരാൾക്ക് 30 ദിവസമേ സമയമുള്ളൂ ഈ പറയുന്ന ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ. അങ്ങനെ ഒരാൾ ഈ എക്സാമിന് എങ്ങനെ അപ്രോച്ച് ചെയ്യണം? PTE ഒക്കെ ഉണ്ട്, ആൾക്കാർ എടുക്കുന്നുണ്ട്. പക്ഷെ PTEയിലൊക്കെ ഇപ്പോൾ ചില ചേഞ്ചസ് വന്നിട്ടുണ്ട്. PSൽ ലക്ഷങ്ങൾ ചിലവാക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞത്. കാര്യം എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ നിന്ന് പുറത്തു പോയി പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നു. ഇതിൽ 70 മുതൽ 80% ആളുകളും ആദ്യത്തെ അറ്റംപ്റ്റിൽ IELTS ക്ലിയർ ചെയ്യാൻ അവർക്ക് പറ്റാറില്ല. ഇത് എന്തുകൊണ്ടായിരിക്കും? ഇന്നത്തെ നമ്മുടെ ഷോയിൽ നവനീത് വിശ്വം, കേരളത്തിന് തന്നെ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് IELTS ട്രെയിനിങ് അക്കാഡമി ആയിട്ടുള്ള ന്യൂ ഹേവൻ അക്കാഡമിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് നമ്മളോടൊപ്പം ഉള്ളത്. പുള്ളിയുടെ ലീഡർഷിപ്പിൽ ന്യൂ ഹേവൻ അക്കാഡമിയിൽ നിന്ന് ആയിരക്കണക്കിന് സ്റ്റുഡൻസും പ്രൊഫഷണൽസും ആണ് പുറത്തു പോയി പഠിക്കുകയും IELTS ക്രാക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്റ്റുഡൻസ് IELTS ക്രാക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന സ്ട്രഗിൾസിനെ പറ്റിയും IELTS എന്ന് പറയുന്ന എക്സാമിനേഷന് ഒരുപാട് മിത്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഇന്ന് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഇതിനെല്ലാത്തിനും പുറമെ ഒരു 30 ദിവസം കൊണ്ട് ഒരു സ്റ്റുഡന്റിന് എങ്ങനെയായിരിക്കും IELTS പോലത്തെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു സൊല്യൂഷനും ഈ വീഡിയോന് അവസാനം കാണും. ഈ വീഡിയോ കഴിയുന്ന സമയത്ത് IELTS പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന പലർക്കും ഈ വീഡിയോ കഴിയുന്ന സമയത്ത് ആ ചിന്തയിൽ ഒരു മാറ്റം ഉണ്ട്. വെൽക്കം ടു ദി ഷോ ചേട്ടാ. താങ്ക് യു. ചേട്ടൻ എന്തെങ്കിലും? ഒരുപാട് ആൾക്കാർ IELTS എഴുതുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ എക്സാം ക്രാക്ക് ചെയ്യാനും പറ്റാത്തില്ല. അപ്പോൾ അതിൽ ഒരുപാട് മിത്തുകളുണ്ട്, പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ തന്നെ മിക്കവാറും ആൾക്കാർക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ IELTS ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ പേര് നവനീത് വിശ്വം. ഞാൻ ഒരുപാട് പേരെ IELTS ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ആളാണ്. സ്റ്റുഡൻസുമായിട്ട് വളരെയധികം ഇൻ്ററാക്ട് ചെയ്ത് അവരുടെ സ്ട്രെങ്ത്തും അവരുടെ വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ വീഡിയോ ഞാൻ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 ക്വസ്റ്റ്യൻ ഞാൻ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസിനും ടൈം സ്നാപ്പ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈം സ്നാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതിനകത്തുണ്ടാവും. ചേട്ടാ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിൽ നിന്ന് 70 മുതൽ 80% ആളുകളും ഈ IELTS എക്സാം ഫസ്റ്റ് ടൈം ക്രാക്ക് ചെയ്യാൻ പറ്റാറില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, IELTS എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് എക്സാമാണ്. ഇവിടെ നമ്മുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസും കാര്യങ്ങൾക്കും അവർക്ക് ഫൗണ്ടേഷൻ, അതായത് ഇംഗ്ലീഷ് ബേസിക്സ് പല ആൾക്കാർക്കും കാണില്ല. അപ്പോൾ ഇംഗ്ലീഷ് ബേസിക് ഉള്ള ഒരാൾ ആയിരിക്കണം IELTS ട്രെയിനിങ്ങിന് പോകേണ്ടത്. അപ്പോൾ IELTS ട്രെയിനിങ്ങിന് ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് നോക്കി അറിയാൻ പറ്റും. നമുക്ക് ലാംഗ്വേജിൽ കുറച്ച് പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളൊക്കെ അല്ല ഞാൻ പറയുന്നത്, ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് ഒരു പ്രോപ്പർ ഒരു സെൻറ്റൻസ് എഴുതാൻ പറ്റാത്ത ആൾക്കാർ, രണ്ടാമത് ഒരു സെൻറ്റൻസ് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ, ഇതാണ് ഫൗണ്ടേഷൻ ഇല്ല എന്ന് പറയുന്നത്. അതായത് ഒരു സെൻറ്റൻസ് നമുക്ക് എന്താണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഫൗണ്ടേഷൻ ഇല്ലാത്ത ഒരു പ്രശ്നമാണ്. ഇതൊരു പ്രശ്നമാണ്, അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിന് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ട്രെയിനിങ് എടുക്കണം. അതിന് ശേഷം വേണം IELTSൻ്റെ എക്സാമോ അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് എടുക്കേണ്ടത്. കാരണം നമുക്ക് ബേസിക്, ഇപ്പം IELTS എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അപ്പോൾ അവിടെ സമയമാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. റീഡിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതിന് 1 മണിക്കൂർ ആണ് നമുക്ക് എക്സാം ഉള്ളത് റീഡിംഗ്. അതിൽ 40 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 40 ക്വസ്റ്റ്യൻസിനെ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു ക്വസ്റ്റ്യന് നമുക്കൊരു 90 സെക്കൻഡ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ അതിനെ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. ആ ഒരാളെ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആദ്യത്തെ പ്രാവശ്യം അല്ലെങ്കിൽ ഇത്ര സമയം 2 മാസത്തിനകത്ത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പല ആൾക്കാർക്കും അത് അറിയില്ല. IELTS എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് അറിയില്ലാത്ത ആൾക്കാർ നേരെ പോയി IELTS ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ അത് പറ്റും എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ. ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, പല ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാമെന്നുള്ള പല ആൾക്കാർക്കും ആദ്യത്തെ പ്രാവശ്യം കിട്ടാറില്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് ആണ്. പല
കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ആണ് പല ആൾക്കാരുടെയും ഫസ്റ്റ് ടൈമിൽ എക്സാം ക്രാക്ക് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം ഒരുപാട് ആൾക്കാർക്കും കെയർലെസ്നെസ് ഉണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പല ആൾക്കാർക്കും പോകുന്നുണ്ട്. അല്ലാതെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ട്രെയിനിങ്ങും പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസും ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ IELTS ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അല്ല. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ എക്സാം എഴുതുന്ന സമയത്ത് സ്റ്റുഡൻസ് കൂടുതൽ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് ഒക്കെ എന്താണ്? എക്സാം എഴുതുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റുഡൻസിന് മെയിനായിട്ടും നമ്മൾ നോക്കുമ്പോൾ റൈറ്റിംഗ് എന്ന് പറയുന്ന എക്സാം എഴുതുമ്പോൾ ഈ നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച് എഴുതുന്ന രീതിയിലല്ല IELTSന്റെ എക്സാം എഴുതേണ്ടത്. അപ്പോൾ IELTSന്റെ ടാസ്ക് 2 എന്ന് പറയുന്നത് എസ്സേ ആണ്. അപ്പോൾ ഈ എസ്സേ എന്ന് പറയുന്ന സംഭവത്തിന് അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അവർ IELTSന്റെ എക്സാമിനേഴ്സ് കറക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്, ക്രൈറ്റീരിയാസ്. അപ്പോൾ ഈ ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എസ്സേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ എസ്സേ സ്ട്രക്ചർ ഇല്ലാന്നുണ്ട് എങ്കിൽ ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള സ്കോർ കിട്ടില്ല. മിക്കവാറും ആൾക്കാർക്ക് പ്രോബ്ലം വരുന്നത് റൈറ്റിങ്ങിലാണ്. റൈറ്റിങ്ങിൽ കൃത്യമായിട്ടുള്ള ഒരു സ്കോർ അവർക്ക് കിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റൈറ്റിംഗ് കറക്റ്റ് ചെയ്യുന്നത് ഒരു മനുഷ്യനാണ്, ഹ്യൂമനാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത് ഇവർ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കും, പക്ഷെ അവർ എഴുതിയ കാര്യങ്ങൾ ചിലപ്പോൾ ഓഫ് ടോപ്പിക് ആയിരിക്കും. പല ആൾക്കാർക്കും പറ്റുന്ന പ്രശ്നങ്ങൾ ഓഫ് ടോപ്പിക് വരുന്നതാണ്. അവര് ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചോദ്യത്തിനായിരിക്കത്തില്ല അവർ ഉത്തരം കൊടുക്കുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുന്നത്. പിന്നെ കെയർലെസ് മിസ്റ്റേക്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ ടൈം കിട്ടാത്തതാണ് പല ആൾക്കാർക്കും ഉള്ള പ്രശ്നം. റീഡിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ 90 സെക്കൻഡാണ് ഒരു ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അവർക്ക് ടൈം കിട്ടത്തില്ല. ടൈം കിട്ടാത്തതിൻ്റെ മെയിൻ കാര്യം അവർ പ്രോപ്പർ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നമ്മളവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ട്രെയിൻ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ എക്സാമിന് മുന്നേ തന്നെ അവർ 1 മണിക്കൂറിന് മുന്നേ അവർ എക്സാം എഴുതി കഴിയും. ആ ഒരു രീതിയിലാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ എക്സാമിന് അവരെ പറഞ്ഞു വിടുന്നത്. അൺലെസ് അവരെ പ്രോംപ്റ്റ് ചെയ്യുവാണ്, നേരത്തെ വേണമെന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഇതാണ് കോമൺ ആയിട്ട് ഞാൻ കാണുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ചേട്ടാ, IELTS യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണോ, അതോ നമുക്കതൊരു മൈൻഡ് സെറ്റ്, ഒരു തോന്നലാണോ? IELTS എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു എക്സാമേ അല്ല. ഇതിൽ നമുക്ക് ഒരു കാര്യവും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന പോലെ ഒരു കാര്യവും കാണാതെ പഠിച്ച് അതേപോലെ പറയേണ്ട ഒരു കാര്യമില്ല. ഇതിൽ എക്സാം നമ്മുടെ ലാംഗ്വേജിന്റെ ഒരു ഇന്ന ക്വസ്റ്റ്യൻസ് തരും. നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെയാണ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ റീഡിംഗ് എന്ന് പറയുന്ന ഒരു പാസേജ് ഉണ്ട്. ആ പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് പാസേജിൽ നിന്ന് തന്നെ കിട്ടും. അതിൽ നിന്ന് നമ്മൾ എഴുതിയാൽ മതി. ലിസണിങ് എന്ന് പറയുന്നത് മോഡ്യൂൾ വരുമ്പോൾ, ലിസണിങ് എന്ന് പറയുന്ന മോഡ്യൂളിൽ അവർ ആൻസർ പറയുന്നുണ്ട്, നമ്മളത് കേട്ട് കൃത്യമായിട്ട് എഴുതിയാൽ മതി. സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ കുറിച്ചിട്ടാണ്. നമ്മൾക്ക് ഒരു സ്പീക്കിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരിക്കലും അവർ ഒരു ടോപ്പിക്കിന്റെ, അതായത് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കത്തില്ല. എക്സാമ്പിൾ ഒരു എക്സ്പേർട്ട് സബ്ജക്റ്റിനെ കുറിച്ച്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് IELTS എക്സാമിന്റെ സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് നഴ്സിംഗിന്റെ കുറിച്ചിട്ടുള്ളൊരു ടോപ്പിക്കിനെ ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും സ്പീക്കിങ്ങിൽ ചോദിക്കുന്നത് ജനറൽ ടോപ്പിക്സ് ആയിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. റൈറ്റിങ്ങിൽ വരുമ്പോഴും ജനറൽ ടോപ്പിക് ആയിരിക്കും ചോദിക്കുന്നത്. നമ്മുടെ അഭിപ്രായമാണ് പറയേണ്ടത്. കാണാതെ പഠിച്ചൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതൊരു എളുപ്പമുള്ള എക്സാം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമുള്ള എക്സാം അല്ല. പക്ഷെ പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ലൈക്ക് എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് IELTS. മൈൻഡ് സെറ്റ് പ്രശ്നമല്ല. മൈൻഡ് സെറ്റ് പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അതായത് പല ആൾക്കാരുടെയും മൈൻഡ് സെറ്റിൽ ഉണ്ടായിരിക്കും ഇത് ആദ്യത്തെ പ്രാവശ്യം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പറയും. ചിലപ്പോൾ അവർ പോയി സംസാരിക്കുന്ന അവരുടെ ഫ്രണ്ട്സ് പറയും, അവരുടെ റിലേറ്റീവ്സ് പറയും ഇത് ഒരുപാട്, ചില ആൾക്കാർ 10 പ്രാവശ്യം എഴുതി കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് എൻ്റെ അടുത്ത് ഒന്ന് പറയാറുണ്ട്. ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയുന്ന കാര്യം, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും ഇതിൻ്റെ സക്സസിനെ ഫാക്ടർ ചെയ്യുന്നൊരു ഘടകം തന്നെയാണ്. പക്ഷേ പ്രോപ്പർ ട്രെയിനിങ് അവിടെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ ആദ്യം എപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ആദ്യം വേണ്ട ഒരു കാര്യം, നമ്മൾ
ഫെയിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കിട്ടില്ല. ഞാൻ അവർക്ക് പറയും, എനിക്ക് ഒരു ആൻസർ എഴുതി വെച്ചാൽ മതി, നിങ്ങൾ റൈറ്റ് ആൻസർ എഴുതണമെന്ന് ഞാൻ പറയത്തില്ല. ഐ ജസ്റ്റ് വാണ്ട് ഒരു ഔട്ട്പുട്ടാണ് വേണ്ടത്. ഒരു ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ആൻസർ ശരിയാണെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ആൻസർ തെറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും നല്ലതാണ്. നമുക്ക് എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ എപ്പോഴും സ്റ്റുഡൻസ് എന്താ പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരവിടെ ക്വിറ്റ് ചെയ്യും, അവർ വീണ്ടും ട്രൈ ചെയ്യത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള എന്താണെങ്കിലും എഴുതി വെച്ചോളൂ, എത്ര പൊട്ട തെറ്റാണെങ്കിലും കുഴപ്പമില്ല, ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുക. ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അവിടെയാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ ഒരു മിനിമം ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ IELTS ട്രെയിനിങ് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടുണ്ട്, അത് മാത്രം പോരാ. നിങ്ങൾ പഠിച്ചതിന് ശേഷം ഒരു മണിക്കൂർ സ്വന്തമായിട്ടിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സ്പീഡ് കിട്ടത്തുള്ളൂ. സ്പീഡ് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന കാര്യമല്ല, നമ്മൾ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പീഡ് കിട്ടും. അപ്പോൾ ഈ ഒരു 2 കമ്മിറ്റ്മെന്റ് ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയും. ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങളുടെയും സമയം വേസ്റ്റ് ആവും, എൻ്റെയും സമയം വേസ്റ്റ് ആവും, പൈസയും വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടായിരിക്കും സ്റ്റുഡൻസ് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത്. ചേട്ടാ, ഈ സ്പീക്കിംഗ് ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് എക്സാമിനേഴ്സ് നോക്കുന്നത് എന്തായിരിക്കും? പല ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ആക്സെന്റ് പ്രശ്നമുണ്ടോ നമ്മൾ സംസാരിക്കുന്ന രീതി. അത് ആക്ച്വലി പ്രശ്നമില്ല, എല്ലാവർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ്. സ്പീക്കിങ്ങിൽ വരുന്നത് നമുക്ക് പറയുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റണം. കേൾക്കുന്ന ഒരാൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. ആക്സെന്റ് പ്രോബ്ലം ഇല്ല. ഫസ്റ്റ് വരുന്ന കാര്യം സ്പീക്കിങ്ങിൽ എന്നല്ല, എല്ലാ മോഡ്യൂളിലും IELTS അവർ ചോദിച്ച ചോദ്യത്തിന് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്ന് പറയും. ടാസ്ക് അച്ചീവ്മെന്റ് എന്നാണ് അതിന് പറയുന്നത്. അതായത് അവർ ചോദിച്ച അല്ലെങ്കിൽ അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്തോ. സ്പീക്കിങ്ങിൽ നമുക്ക് പാർട്ട് 2 നമുക്ക് സംസാരിക്കേണ്ട ഒരു സെഷനുണ്ട്. നമ്മൾ ഒരു ടോപ്പിക്ക് തരും, അതിനെക്കുറിച്ച് നമ്മൾ 2 മിനിറ്റ് സംസാരിക്കണം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ 2 മിനിറ്റ് സംസാരിച്ചിട്ടില്ല എങ്കിൽ അവിടെ നമ്മൾ ആ ടാസ്ക് അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ ആ ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് വരുന്ന കാര്യം, അവർ പറഞ്ഞ കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻസ്, അവർ ചോദിച്ച ചോദ്യം, അതിന് നമ്മൾ ഉത്തരം കൊടുത്തിട്ടുണ്ടോ, അതിനാണോ നമ്മൾ ഉത്തരം കൊടുത്തിട്ടുള്ളത്? അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം സ്പീക്കിങ്ങിൽ വരുന്നത്. രണ്ടാമത്തെ വരുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പോയിന്റ്സ്, വാലിഡ് പോയിന്റ്സ് ആണോ നിങ്ങൾ പറയുന്നത്, ഓഫ് ടോപ്പിക്ക് പോയിട്ടുണ്ടോ? പിന്നെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമറും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലീസ്റ്റ് ആയിട്ടാണ് വരുന്നത്. 4ാമത്തെ പ്രയോറിറ്റിയെ വരുന്നത്. കാര്യം നമ്മൾ ഗ്രാമർ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലുവൻസി പ്രോബ്ലം വരും. സ്പീക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഫ്ലുവൻസിയാണ്. ഫ്ലുവൻസിയാണ്. നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഗ്രാമർ മിസ്റ്റേക്സും കാര്യങ്ങളും വരും, ഇറ്റ്സ് നാച്ചുറൽ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് കറക്റ്റ് ചെയ്ത് വീണ്ടും സംസാരിക്കുക. പക്ഷേ നമ്മൾ ഗ്രാമർ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് ഫ്ലുവൻസി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഒരു സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സ്കോർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ സ്പീക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഫ്ലുവൻസിയാണ്. ഫ്ലുവൻസി നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്പീക്കിംഗ് കറക്റ്റ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് യു ആർ സ്പീക്കിംഗ് അബൌട്ട് ദ ടോപ്പിക് ദാറ്റ് ദേ ഹാവ് ബീൻ ആസ്കിങ്. ക്ലാരിറ്റി. അവർ ചോദിച്ച ചോദ്യത്തിനാണോ നമ്മൾ ഉത്തരം കൊടുക്കുന്നത്, ഫ്ലുവൻ്റ് ആയിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്, വാലിഡ് പോയിന്റ്സ് ഉണ്ടോ, എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടോ? ഇതെല്ലാം നിങ്ങൾ ഈ എല്ലാ കാര്യങ്ങളും ടിക്ക് മാർക്സ് ആണെന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ഗുഡ് സ്കോർ. മനസ്സിലായത്? ഇതാണ് സ്പീക്കിങ്ങിന്റെ കാര്യം. നമ്മൾ നേരത്തെ സംസാരിച്ച തന്നെയാണ്, ആക്സെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പീക്കിങ്ങിനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും. ഞാൻ അതാ പറഞ്ഞത്, ആക്സെന്റ് വലിയ ഒരു ഫാക്ടർ അല്ല. കാര്യം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകണം, നമ്മൾ പറയുമ്പോൾ അവർക്ക് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകണം എന്നുള്ളത് മാത്രമാണുള്ളത്. നോർമൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നോർമൽ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ആക്സെന്റ് മതിയാവും. പക്ഷെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലം.
അപ്പോൾ നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇപ്പോഴും നമുക്ക് സംസാരിച്ച് നമുക്ക് ഈ ഒരു ഏജിൽ നമുക്ക് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. നമുക്ക് സംസാരിക്കുന്നത് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്കത് ഒരു പ്രാവശ്യം കേട്ട് നോക്കാം. ചില വാക്കുകൾ ചില ആൾക്കാർക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് വരില്ല. ദേ ക്യാൻ പ്രാക്ടീസ്. അവർക്ക് വീണ്ടും ഒന്ന് ഓഡിയോ സംസാരിച്ചു കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പം ഒരു ആക്സെന്റ്, നിങ്ങൾ ഫേക്ക് ആക്സെന്റ് പിടിക്കേണ്ട ഒരിക്കലും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ചില ആൾക്കാർ ബ്രിട്ടീഷും അല്ലെങ്കിൽ അമേരിക്കനും ഒക്കെയുള്ള ഫേക്ക് ആക്സെന്റ് പിടിക്കും. അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഇതാണ് ഒറിജിനാലിറ്റിയാണ് അവിടെ കോംപ്രമൈസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നല്ലത്. നാച്ചുറൽ ഒരിക്കലും നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നാച്ചുറലായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതും നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ആക്സെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. നാച്ചുറൽ അല്ലാത്തൊരു കാര്യം ഫേക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ പറയാം. അതിന്റെ ഒരു ഫാക്ടർ അല്ല ആക്സെന്റ് എന്ന് പറയുന്നത്, ഒരു ഫാക്ടറേ അല്ല. നിങ്ങൾ പറയുന്ന കാര്യത്തിനാണ് അവിടെ വാല്യൂ. വാട്ട് യു ആർ സ്പീക്കിംഗ്, ദ ക്വാളിറ്റി ഓഫ് യുവർ കോണ്ടന്റ്, അതിനാണ് അവിടെ വാല്യൂ വരുന്നത്. അല്ലാതെ നിങ്ങൾ സംസാരിക്കുന്ന രീതിയിലല്ല. ഡെഫിനറ്റ്ലി നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട്, പിന്നെ നമ്മുടെ സംസാരിക്കുന്നതിന്റെ ടോണും കാര്യങ്ങളും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ എം ടോക്കിംഗ് ഓൺലി അബൌട്ട് ദി ആക്സെന്റ്. ആ ആക്സെന്റ് നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ആക്സെന്റ് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ വേറൊരു ആക്സെന്റിന് വേണ്ടി ഫേക്ക് ആയിട്ട് ചെയ്യേണ്ട ആവശ്യം. ചേട്ടാ, ഈ IELTS എഴുതുന്ന സമയത്ത് സ്റ്റുഡൻസ് പലപ്പോഴും 6.5 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് വന്ന് പലപ്പോഴും നിന്ന് പോകാറുണ്ട്. ഇതിന്റെ കാരണം എന്തായിരിക്കും? 6.5 എന്ന് പറയുന്ന സ്കോറിനെക്കാട്ടിലും താഴെയായിരിക്കും പല ആൾക്കാരും വന്ന് നിന്ന് പോകുന്നത്. 6 പല യൂണിവേഴ്സിറ്റീസിലും ചില യൂണിവേഴ്സിറ്റീസ് ഒക്കെ 6 ഒക്കെ ആയിരിക്കും ഓവറോൾ ബാൻഡായിട്ട് മേടിക്കുന്നത്. പല ആൾക്കാരും 6 പോലും എത്താറില്ല. ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ കെയർലെസ്നെസ് വലിയൊരു ഫാക്ടറാണ്. ഇപ്പൊ റീഡിങ്ങിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആ ഒരു പാസേജിൽ നിന്ന് ആ വേർഡ് എടുത്ത് നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുമ്പോൾ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുത്താം. അങ്ങനെയാണെങ്കിൽ അത് അവർ റോങ് ആയിട്ടായിരിക്കും കാണുന്നത്. പിന്നെ ഈ റീഡിങ്ങിൽ തന്നെ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പേർപ്പസ്ഫുള്ളി അവർ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട്, യെസ് നോ നോട്ട് ഗിവൺ. സെയിം ക്വസ്റ്റ്യൻ തന്നെ 2 രീതിയിലാണ് അതിൻ്റെ ടേമിങ് വരുന്നത്. അപ്പോൾ യെസ് നോ നോട്ട് ഗിവൺ എന്ന് പറയുന്ന സംഭവത്തിൽ ഇവർ ട്രൂ എന്ന് എഴുതി വയ്ക്കും. അപ്പോൾ ആൻസർ യെസ് ആണ് അല്ലെങ്കിൽ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ശരിയാണെന്നുണ്ടെങ്കിലും ആ ക്വസ്റ്റ്യൻ യെസ് നോ നോട്ട് ഗിവൺ ആണ്. അപ്പോൾ ട്രൂ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് റോങ് ചെയ്യും. അപ്പം നമ്മൾ നോക്കുമ്പോൾ എല്ലാം ശരിയായി നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ, പിന്നെ റൈറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ ഓൺ ടോപ്പിക് ആവാത്തത്, നമ്മൾ ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ ഫാക്ടേഴ്സും ഈ 6.5 അല്ലെങ്കിൽ 6 വന്ന് ബ്ലോക്കായി നിൽക്കുന്നതിന് വലിയൊരു ഫാക്ടറാണ്. പല ആൾക്കാരും ഇത് ശ്രദ്ധിക്കില്ല. അവർ വീണ്ടും പ്രാക്ടീസ് ചെയ്യും, ഈ മിസ്റ്റേക്സോടുകൂടി തന്നെ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് പല ആൾക്കാരും ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ടും കിട്ടുന്നില്ല എന്ന് പറയുന്നതിന്റെ കാര്യം. അവര് ശ്രദ്ധിക്കാത്ത ഈ കെയർലെസ്നെസ്സും പിന്നെ ഓഫ് ടോപ്പിക്ക് പോകുന്ന കാര്യങ്ങളും ഒക്കെയാണ് അവരെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെയാണ് ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യം. ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് എക്സ്പീരിയൻസ് കൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് പറഞ്ഞു കൊടുത്തിട്ടും ചില ആൾക്കാർ മാറില്ല. കാര്യം എന്താണ്, നമ്മുടെ രീതി ഇങ്ങനെയാണ്. ആ ഒരു രീതിയിൽ മാറാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഹമ്പിളായിട്ട് ഉൾക്കൊള്ളുക. നമുക്ക് മിസ്റ്റേക്സും കാര്യങ്ങളും വരും. ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ജേർണി. വി ഹാവ് ടു എംബ്രേസ് ഇറ്റ് ആൻഡ് ലേൺ. വീണ്ടും പഠിക്കുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതെവിടെയാണ് ഇറ്റ് മേക്സ് ദ ഡിഫറൻസ്. ചേട്ടാ, ഒരാൾക്ക് 30 ദിവസമേ സമയമുള്ളൂ ഈ പറയുന്ന ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ. അങ്ങനെ ഒരാൾ ഈ എക്സാമിന് എങ്ങനെ അപ്രോച്ച് ചെയ്യണം? 30 ദിവസമേ സമയമുള്ളൂ എങ്കിലും 20 ദിവസം കൊണ്ട് ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് റിക്വയർഡ് സ്കോർ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അവിടെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്തൊരാൾ, ഞാൻ എപ്പോഴും അത് വീണ്ടും എംഫസൈസ് ചെയ്യാണ്. കാര്യം ഇംഗ്ലീഷിൽ ഭയങ്കര നോളജുള്ള ഒരാളിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക് ഫൗണ്ടേഷൻ, അയാൾക്ക് അത്യാവശ്യം വാക്കുകളുടെ അർത്ഥങ്ങൾ അറിയാം. ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ
മനസ്സിലാകും, ഒരു പ്രോപ്പറായിട്ട് ഒരു സെന്റൻസ് എഴുതാൻ കഴിയും, ഒരു പ്രോപ്പർ സെന്റൻസ് എഴുതാൻ കഴിയും. ആ ഒരാൾക്ക് ഒരു ആവറേജ് ഫൗണ്ടേഷൻ ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു മാസം കൊണ്ട്, പ്രൊവൈഡഡ് എല്ലാ ദിവസവും അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആളുടെ ഫൗണ്ടേഷൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ 30 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് അവർക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഫൗണ്ടേഷൻ ശരിയാക്കണം. അപ്പം നമ്മുടെ ചോദ്യം ഒരു അത്യാവശ്യം ഫൗണ്ടേഷൻ, ബേസിക് ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ഉള്ള ആൾക്ക് 30 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്, അതല്ലേ നമ്മുടെ ചോദ്യം. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം ബേസിക്കലി ഒരു ദിവസം ഒരു 2 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റ് കാണിക്കണം. രണ്ടാമത്തെ കാര്യം, ഇതിന് ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിനും ഇപ്പം റീഡിംഗ് എന്ന് പറയുന്ന മോഡ്യൂളാണെങ്കിലും ഓരോന്നിനും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട്. അതാദ്യം ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. കാര്യം നമ്മൾ എക്സാമിന് വരുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിനെ കുറിച്ച് നമ്മൾ അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ഫെമിലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം അവിടെ പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ സ്കോറിങ്ങിനെ അത് ബാധിക്കും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ ടൈപ്പും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം, എല്ലാ മോഡ്യൂളിൻ്റെയും. രണ്ടാമത്തെ കാര്യം, ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിനും ഇതിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പ വഴിയുണ്ട്. അതാണ് ഓരോ ട്രെയിനിങ് സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് പഠിപ്പിക്കും. അത് നന്നായിട്ട് പഠിപ്പിക്കുന്ന വെച്ചാൽ അവർ ആ സ്റ്റുഡൻസിന്റെ സ്ട്രെങ്തും അവരുടെ വീക്ക്നെസ്സും മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ എഫക്റ്റീവ്നെസ് കൂടുന്നത്. ചില ആൾക്കാർക്ക് റീഡിങ് ബുദ്ധിമുട്ടായിരിക്കും, ചില ആൾക്കാർക്ക് സ്പീക്കിംഗ് ആയിരിക്കും ബുദ്ധിമുട്ട്, ചില ആൾക്കാർക്ക് റൈറ്റിംഗ് ആയിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരേ ഒരു സാധനം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് എഫക്റ്റീവായിട്ട് വരില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ ടു പീപ്പിൾ. അപ്പോൾ 30 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ടൈപ്പ്. സെക്കൻഡ് ചെയ്യേണ്ട കാര്യം അതിനെ ക്രാക്ക് ചെയ്യാനുള്ള വഴി അവർക്ക് കണ്ടുപിടിക്കാൻ, അവർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറ്റംപ്റ്റ് ചെയ്യാം. മൂന്നാമത്, ഈ ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിനും ബേസ് ചെയ്തിട്ട് പ്രാക്ടീസ്, ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നടക്കും. 30 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന എപ്പോഴും അങ്ങനെയാണ്, ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്ത് അതിനെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ശരിയായതിനു ശേഷമേ അടുത്തതിലോട്ട് പോകത്തുള്ളൂ. അങ്ങനെ റീഡിങ്ങും ലിസണിങ്ങും ഓൾമോസ്റ്റ് സെയിം ആണ്. റീഡിങ്ങിലുള്ള ക്വസ്റ്റ്യൻ ടൈപ്സ്, റീഡിങ്ങിൽ ഏകദേശം 5 ക്വസ്റ്റ്യൻ ടൈപ്പാണ് ബേസിക് ആയിട്ടുള്ളത്. ലിസണിങ്ങിൽ വരുമ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ ടൈപ്പിൽ 2 ക്വസ്റ്റ്യൻ ടൈപ്പേ ഉള്ളൂ ലിസണിങ്ങിൽ. അപ്പോൾ റീഡിങ് നമ്മൾ ഓൾറെഡി ട്രെയിനിങ് ചെയ്ത് ഒരു എക്സ്പെർട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലിസണിങ്ങും സൈമൾട്ടേനിയസ്ലി ദേ ആർ ട്രെയിനിങ് ഫോർ ലിസണിങ് ആസ് വെൽ. അപ്പോൾ ലിസണിങ്ങിന് എൻ്റെ നോർമലി ലിസണിങ്ങിൽ എനിക്ക് ഒരു ക്ലാസ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി പ്രാക്ടീസ് നമ്മൾ പോകും. പക്ഷെ ഒരു കാര്യം, ഓൾറെഡി റീഡിങ്ങിൽ നമ്മൾ ആ ടോപ്പിക്സിനെ കുറിച്ച് പറഞ്ഞു, ഇവർക്ക് ഇതിനെ കുറിച്ച് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. റൈറ്റിംഗ് ടേക്സ് ടൈം. ഇപ്പോൾ 30 ദിവസം നമ്മൾ പറയുമ്പോഴും ഈ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി സ്കൂളിലും ഒക്കെ എഴുതിയ രീതി അല്ലാത്തത് കൊണ്ട് ഈ ഒരു സ്ട്രക്ചറിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. പക്ഷേ പ്രൊവൈഡഡ് പ്രാക്ടീസ് ചെയ്യാൻ ദിവസവും ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും പോസിബിളാണ്. അപ്പോൾ കാര്യം, ഒരു എസ് എ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നത് എസ് എ സ്ട്രക്ചർ ഉണ്ട്. എസ് എ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു നോർമലി ഒരു എസ് എ IELTS ടാസ്ക് 2 ആണ് എസ് എ. അപ്പോൾ അതിൽ എല്ലാ എസ് എക്കും നമുക്ക് 4 പാരഗ്രാഫായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇൻട്രൊഡക്ഷനും 2 ബോഡി പാരഗ്രാഫും കൺക്ലൂഷൻ. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷനിൽ എന്തെഴുതണം? ഇപ്പം നമ്മൾ പല ആൾക്കാർക്കുള്ളൊരു പ്രശ്നം, നമ്മൾ റൈറ്റിങ്ങിലൊക്കെ ഒരു ടോപ്പിക്ക് കിട്ടുമ്പോൾ എന്തെഴുതണം എന്ന് നമുക്ക് ആദ്യമേ അറിയില്ലായിരിക്കും. പുതിയൊരു ടോപ്പിക്കാണ്, അവിടെ പോയിന്റ്സ് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചെടുക്കണം, അതൊരു വലിയ ടൈം എടുക്കും. അതിനുശേഷം അത് എങ്ങനെ എഴുതണം എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരും, എന്തെഴുതണം എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരും. അപ്പം ഈ കൺഫ്യൂഷൻ എല്ലാം കൊണ്ട് നമ്മൾ എക്സാമിൽ ഇരിക്കുമ്പോൾ അത് ടൈമിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് കുളമാവുന്ന പല ആൾക്കാർക്ക്. നമ്മൾ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് എന്തെഴുതണം. ഇപ്പം ഇൻട്രൊഡക്ഷനിൽ നമുക്ക് മെയിൻലി 3 പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഒരു പോയിന്റിൽ നമുക്ക് ഒരു സെന്റൻസ് കൊണ്ട് എഴുതാം, ചിലപ്പോൾ 2 സെന്റൻസസ് വേണ്ടി വരും, മിനിമം
മാക്സിമം 2 സെന്റൻസസ് വരെ നമ്മൾ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഓരോ പോയിന്റിലും നിങ്ങൾ എന്താണ് എഴുതേണ്ടത് എന്നുള്ളതിന്റെ ബ്ലൂ പ്രിന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് എന്ത് നിങ്ങൾ എഴുതണം. അപ്പൊ അവർ കൺഫ്യൂഷൻ ഇല്ല. ദേ ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പോയിന്റ്സ്. എന്താണ് ഈ ക്വസ്റ്റ്യന്റെ പോയിന്റ്സ്, നമ്മൾ എഴുതേണ്ട ടോപ്പ് പോയിന്റ്സ് എന്ന് മാത്രം അവർക്ക് കണ്ടുപിടിച്ചാൽ മതി. ആ പോയിന്റ്സിനെ എങ്ങനെ ഈ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളവർ ഓൾറെഡി അറിയായിരിക്കും. കാര്യം ഓരോ ഇൻട്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ബോഡി പാരഗ്രാഫിൽ ഓരോ പോയിന്റ് ബൈ പോയിന്റ് നമ്മൾ പറയും. ഇതാണ് നിങ്ങൾ ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. ഇപ്പൊ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ മിക്കവാറുമുള്ള എസ്സേ ടൈപ്പിൽ ചിലതിൽ വ്യത്യാസമുണ്ട്. ക്വസ്റ്റ്യൻ പ്രോംപ്റ്റ്, നമ്മുടെ ക്വസ്റ്റ്യൻ പ്രോംപ്റ്റ് എന്ന് പറയും. ഇതിനെ റീറൈറ്റ് ചെയ്യാറുണ്ട്. അതാണ് എഴുതേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടോ. അപ്പം റീറൈറ്റ് അവർക്ക് വേറെ കൺഫ്യൂഷൻ ഇല്ല. ആദ്യമേ അവർക്ക് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ദേ വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ്. അവർക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൃത്യസമയത്തിന് നമുക്ക് റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് കുറച്ച് ഡീപ്പാണ്, അതുകൊണ്ട് ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വർക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രോംപ്റ്റിനെ റീറൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും അറിയില്ല എങ്ങനെയായിരിക്കും. കാര്യം അതിൽ എങ്ങനെയാണ് ഓരോ വേർഡിനെയും മാറ്റി അതിൻ്റെ സിനോണിംസ് യൂസ് ചെയ്ത് അങ്ങനെ അതൊരു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകും. അപ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് വേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ഇത് ചോദിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാണോ. നമ്മൾ നേരെ ChatGPT എടുത്തോ അല്ലെങ്കിൽ നമ്മളൊരു ഓൺലൈനിൽ വീഡിയോ കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടാറില്ല. ChatGPT ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ബട്ട് യു ഷുഡ് ഹാവ് സെർട്ടൈൻ ലെവൽ ടു ഡിഫറൻഷിയേറ്റ്. ശരിയാണോ തെറ്റാണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളത്. ട്രെയിനിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് എളുപ്പം ഗൈഡ് ചെയ്യാൻ പറ്റും, എളുപ്പ വഴികൾ പറഞ്ഞു തരാൻ പറ്റും. സമയം കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പേർട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. അതെ, ഫൗണ്ടേഷൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ബേസിക് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ആദ്യം അവർക്ക് വേണ്ടത്, ആദ്യം നമുക്ക് അത്യാവശ്യം വാക്കുകളും കാര്യങ്ങളും വേണം. അപ്പോൾ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മാസമൊക്കെ എടുക്കും നോർമലി ഒരു ആൾക്കാർക്ക് ശരിയായി വരാൻ. വാക്കുകൾ മനസ്സിലാക്കി വാക്കുകൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി വരണം. പിന്നെ ഓരോ സെന്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, സബ്ജക്റ്റ് എവിടെയാണ്, അല്ലെങ്കിൽ വെർബ് എന്താണ്. ഗ്രാമർ ഞാൻ പറയുന്നില്ല. ഗ്രാമറൊക്കെ പഠിച്ച് എല്ലാ ഗ്രാമറും പഠിച്ചതിന് ശേഷം IELTS എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള പല ആൾക്കാർക്കും ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു ട്രെയിനിങ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? വായിക്കാൻ. പല ആൾക്കാർക്കും വായിക്കാൻ മടിയാണ്. ഞാൻ പറയുന്നത് കോമിക് ബുക്സ് ഇഷ്ടമാണോ, അത് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, ആ ഇഷ്ടമുള്ള ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഒരു ഇംഗ്ലീഷ് ജേർണൽ എടുക്കുക, അത് വായിച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിൽ ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ കിട്ടും. ഒരു വൊക്കാബുലറി ജേർണൽ ഉണ്ടാക്കുക. അപ്പോൾ ജേർണൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് നമുക്കൊരു ട്രെയിനിങ്ങിന് പോയി ഇംഗ്ലീഷിന്റെ കോഴ്സ് പോയി എടുക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. അത് മതി. ഒരു സെന്റൻസ് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് അതിനെക്കുറിച്ച് എഴുതാനും പറ്റും. ഒരു വൊക്കാബുലറി ജേർണൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഇത് എപ്പോഴും എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ചെയ്യണം. അല്ലെങ്കിൽ ഇതിൽ ലാംഗ്വേജ് എങ്ങനെയാണ്. ഇപ്പം ഞാൻ തന്നെ ഒരുപാട് നാള് ഇംഗ്ലീഷ് സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കുമ്പോൾ എപ്പോഴും ഫ്ലുവൻസിക്ക് പ്രോബ്ലം വരും. നാച്ചുറലാണ്. അത് എല്ലാ ലാംഗ്വേജിൻ്റെയും ഒരു കാര്യമാണ്. നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പം അജിൻ ചോദിച്ച കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ഫൗണ്ടേഷൻ ഇല്ലാത്തൊരാൾക്കാണ് എങ്കിൽ എങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക് എടുക്കുക. ഒരു കോമിക് ബുക്കാണെങ്കിൽ കോമിക് ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ജേർണൽ ഓൺലൈനിലോ അല്ലെങ്കിൽ മേടിക്കുകയോ ചെയ്യുക. അതിനെ കുറച്ച് വായിക്കുക. ഒരു സെൻറ്റൻസ് വായിച്ചു നോക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു വാക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് നമ്മളൊരു നോട്ട്ബുക്കിൽ എഴുതുക. ആ വാക്ക് അതിൻ്റെ താഴെ എഴുതുക. വാക്കിൻ്റെ മീനിങ് നമുക്ക് ഇപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഒരു വാക്കിന് തന്നെ ഇംഗ്ലീഷിൽ പല പല മീനിങ് ഉണ്ട്. പല പല സ്ഥലത്തും പല പല മീനിങ് ആണ്. ഏത് മീനിങ് ആണ് ഈ സെന്റൻസിൽ ആപ്റ്റ് ആയിട്ടുള്ളത് അത് എഴുതി വെക്കുക. നമുക്ക് മനസ്സിലാവുന്ന മലയാളത്തിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതി നമുക്ക് മനസ്സിലാവുന്നതാണ് എഴുതി വെക്കേണ്ടത്. അത്രയും മതി. അടുത്ത സെന്റൻസ് എഴുതുക. ഇതേപോലെ അറിഞ്ഞൂടാത്ത വാക്കുണ്ടെങ്കിൽ ആ സെന്റൻസും എഴുതുക,
ആ വാക്ക് എഴുതി വെച്ച് മീനിങ് എഴുതി വെക്കുക. നിങ്ങൾ കാണാതെ പഠിക്കണ്ട, എല്ലാ ദിവസവും ഇന്ന് ഓടിച്ച് നോക്കിപ്പോയാൽ മതി. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഈ ഒരു കാര്യം ചെയ്ത് ഒരു മാസം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വാക്കുകൾ തന്നെത്താനെ വരും സംസാരിക്കുമ്പോൾ. നിങ്ങൾക്ക് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ വരില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ ഇതാണ് സെന്റൻസ്, ഇതാണ് ആ വാക്ക്, ഇതിന്റെ അർത്ഥം ഇതാണ്, അപ്പൊ ഈ മീനിങ്, ഈ സെന്റൻസിലെ മീനിങ് ഇങ്ങനെയാണ് വരുന്നത്, അടുത്ത വേർഡ് ഇതാണ്. ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ഓടിച്ചു പോയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു 10 ദിവസം ആകുമ്പോൾ ഈ വേർഡ്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ കയറും. മനസ്സിലായി? ഇതാണ് ഫൗണ്ടേഷൻ ആയിട്ട് വേണ്ടത്. അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ കോഴ്സസ് ഉണ്ട്, ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷണൽ കോഴ്സസ് ഉണ്ട്, അതെടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ചേട്ടാ, ഞാൻ ചോദിച്ചു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫൗണ്ടേഷൻ അല്ല, ഇപ്പൊ ഇൻ കേസ് ഈ പറയുന്ന ആൾക്ക് ഇങ്ങനെ ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അവർക്ക് ഒരു 30 ദിവസത്തിൽ ഇങ്ങനെ ഒരു സാധനം അറ്റംപ്റ്റ് ചെയ്താൽ കിട്ടും? സാധ്യത വളരെ കുറവാണ്. പ്രൊവൈഡഡ് സ്കോറിനെ ബേസ് ചെയ്തിരിക്കും. ചില ഇപ്പോൾ ഡിപ്പെൻഡന്റ് വിസയിൽ പോകുന്ന ആൾക്കാർ IELTS എഴുതുന്നുണ്ട്. പിന്നെ ചില യൂണിവേഴ്സിറ്റീസിൽ വളരെ കുറഞ്ഞ IELTS ബാൻഡ് സ്കോർ മതി, 5.5 ഒക്കെ വേണ്ട യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ കിട്ടാൻ ആ ഒരു, അതായത് ഒരു 6 ബാൻഡിൽ താഴെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് ഒരു ചാൻസ് ഉണ്ട്. 6ന് മുകളിലോട്ട് 30 ദിവസം കൊണ്ട് വിത്തൗട്ട് എനി ഫൗണ്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധിക്കില്ല എന്നല്ല, മിറാക്കിൾസ് ഡു ഹാപ്പൻ, സാധ്യത കുറവാണ്. ഒരു സ്റ്റുഡന്റിന്റെ ബാൻഡ് സ്കോർ കൂട്ടാനായിട്ട് ഏതൊക്കെ സെക്ഷനിലാണ്, ഏതൊക്കെ രീതിയിലാണ് അവരത് ഫോക്കസ് ചെയ്യേണ്ടത്? നമുക്ക് ബാൻഡ് സ്കോർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ബാൻഡ് സ്കോർ എന്ന് പറയുന്നത് 4 മോഡ്യൂൾ, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഈ 4 മോഡ്യൂളിൻ്റെയും ആവറേജ് ആണ് നമ്മുടെ ഓവറോൾ ബാൻഡ് സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഓവറോൾ ബാൻഡ് സ്കോർ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള മോഡ്യൂൾ ഏതാണ്. ലിസണിങ് ആണോ, റീഡിംഗ് ആണോ, റൈറ്റിംഗ് ആണോ, സ്പീക്കിംഗ് ആണോ, ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബാൻഡ് സ്കോർ മോഡ്യൂൾ, അതിനെ ഫോക്കസ് ചെയ്യണം. ഫസ്റ്റ് കാര്യം, അതിൽ തന്നെ എവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഇപ്പോൾ റീഡിംഗ് എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ ആണ് എങ്കിൽ അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ടൈപ്പിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. സ്പീക്കിംഗ് എന്ന് പറയുന്ന മോഡ്യൂളാണ്, അതിൽ 3 ലെവലാണുള്ളത്. സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് 3 ലെവലാണ്. ഏത് ലെവലിലാണ് നിങ്ങൾക്ക് പ്രോബ്ലം? അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ഏത് മോഡ്യൂൾ എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. രണ്ടാമത് ആ മോഡ്യൂളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് അല്ലെങ്കിൽ ഏത് ബുദ്ധിമുട്ടുള്ളതിനെ ബേസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം കൂടുതൽ സമയം. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി. രണ്ടാമത്തത്, നമ്മളിപ്പോൾ ഈ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ കീ വേണ്ടി ചെക്ക് ചെയ്യുമ്പോൾ ആൻസർ കീൻ്റെ അതേപോലെ തന്നെയാണോ നമ്മൾ ആൻസർ എഴുതിയിട്ടുള്ളത്, കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടോ ചെക്ക് ചെയ്യണം. നമ്മൾ റൈറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യന് തന്നെയാണോ ആൻസർ കൊടുത്തിട്ടുള്ളത്. സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. ആൻസർ ഫസ്റ്റ് ഏതിതാണെങ്കിലും ഫസ്റ്റ് വരുന്നത് അവർ ചോദിച്ച അല്ലെങ്കിൽ അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്തോ, അല്ലെങ്കിൽ ടാസ്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടോ, അതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ടാസ്ക് അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ അങ്ങോട്ട് പോയിന്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ബാൻഡ് സ്കോർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സമ്മപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ഏത് മോഡ്യൂളിലാണ് പ്രശ്നം എന്നുള്ളത്, ആ മോഡ്യൂളിൽ തന്നെ ഏത് ക്വസ്റ്റ്യൻ ടൈപ്പിലാണ് പ്രശ്നം എന്നുള്ളത് നോക്കുക. ആ ക്വസ്റ്റ്യൻ ടൈപ്പിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. കെയർലെസ് മിസ്റ്റേക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെൽഫ് അനാലിസിസ് നടത്തുക. 5, ടാസ്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുക നമ്മുടെ വർക്കിനെ ബേസ് ചെയ്തിട്ട്. ഈ 5 കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാൻഡ് സ്കോർ കൂടും. എടാ, ഒരു ഫോർമൽ ക്ലാസ്സിലൊന്നും വരാണ്ട് ഒരു 3 ഹാബിറ്റ്സ് പറയാണ് ഒരാൾക്ക് അവരുടെ ഈ പറയുന്ന IELTS എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഒരു 3 ഹാബിറ്റ്സ് ഡെയിലി ചെയ്യാൻ പറ്റുന്ന, ഒരു നോർമൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പൈസ കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ഒരു 3 ഹാബിറ്റ്സ് എന്തൊക്കെയായിരുന്നു? IELTS-നെ ബേസ് ചെയ്തിട്ടാണോ? അതെ, IELTS-നെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള IELTS-ന്റെ
ട്രെയിനിങ് മെറ്റീരിയൽസ് കിട്ടും. IDP ബുക്സ് ഉണ്ട്, പിന്നെ പല പല ഓതേഴ്സിൻ്റെ ബുക്സ് ഉണ്ട് പ്രോപ്പറായിട്ടുള്ള. ഈ ബുക്സ് എടുത്ത് നമ്മൾ പ്രോപ്പർ പ്രാക്ടീസ്, മോക്ക് ടെസ്റ്റുകൾ, അതാണ് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ. ഓൺലൈനിൽ കിട്ടുന്നത് എത്രത്തോളം വിശ്വസിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും ഒഫീഷ്യൽ ആയിട്ടുള്ള ഗൈഡുകൾ, ഒഫീഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യുക, ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൊക്കാബുലറി ജേർണൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രാക്ടീസ്, അത് നല്ലൊരു ഹാബിറ്റാണ്. മൂന്നാമത്തെ കാര്യം, ഇംഗ്ലീഷ് സീരീസ്, മൂവീസ്, സീരീസ്, ഡോക്യുമെൻ്ററീസ്, ഇതൊക്കെ കേൾക്കുക, കാണുക. അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫ്ലുവൻസി, സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഒരു സബ്ടൈറ്റിൽ ഇട്ട് കാണുന്നതായിരിക്കും, അല്ലാണ്ട് കാണുന്നത്. രണ്ട് രീതി. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് കാണണം. നമ്മളിങ്ങനെ കാണാൻ വേണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നതല്ല, ഇതിനെ പഠിക്കാൻ വേണ്ടി കാണുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു മൂവി ആണെങ്കിൽ നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു സബ് ടൈറ്റിൽ ഇല്ലാതെ കേൾക്കുക, ഒരു 5 മിനിറ്റ് പോസ് ചെയ്യുക, റീവൈൻഡ് ചെയ്ത് വീണ്ടും കാണുക വിത്ത് സബ് ടൈറ്റിൽസ്. നമുക്കൊരു ഐഡിയ കിട്ടും. മൂന്നാമത്തെ, ഈ 5 മിനിറ്റ് തന്നെ ഇവരുടെ കൂടെ സംസാരിക്കാൻ ശ്രമിക്കുക. അവർ പറയുന്ന ഡയലോഗ് നമ്മൾ അവരുടെ കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഇതാകുമ്പോൾ നമ്മുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും. നമുക്ക് അവരുടെ ആക്സെന്റ് പിടിക്കണമെന്നില്ല, സ്വന്തമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ആ ഒരു സ്പേസിൽ പറയുന്ന ശീലമാക്കി കഴിയുമ്പോൾ ഫ്ലുവൻസി ശരിയാവും, സ്പീക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റൈറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ IELTS എക്സാംസിനുണ്ട്. ഇപ്പം സ്ട്രക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നല്ല പ്രോപ്പറായിട്ടുള്ള യൂട്യൂബിൽ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല പേജസ് ഒക്കെ ഉണ്ട്. അവർ IELTS essaysനെ കുറിച്ചിട്ട് സ്ട്രക്ചറൊക്കെ അവർ പറയുന്നുണ്ട്. എല്ലാം കാണേണ്ടത്, ലൈക്ക് പല പല രീതിയിൽ എസ്സേസും കാര്യങ്ങളൊക്കെ എഴുതാം. അല്ലെങ്കിൽ ടാസ്ക് 1 ഉണ്ട്, ചാർട്ടും കാര്യങ്ങളും ഒക്കെയാണ്. അതൊക്കെ പല പല രീതിയിൽ എഴുതാം. ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാം കൂടെ മിക്സ് ആക്കി ചെയ്യുന്നത്. നമ്മളിപ്പോൾ റൈറ്റിങ്ങിന്റെ പ്രാക്ടീസ് ചെയ്യുകയാണോ, നിങ്ങളൊരു ചാനലിനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന സ്ട്രക്ചർ തന്നെ ഫോളോ ചെയ്യുക. അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്ത് വേറൊരു ചാനലിൽ നിന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റിംഗ് നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. പ്രോപ്പർ ചാനൽസ് ഒക്കെ ഉണ്ട്, നല്ല നല്ല വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽസ് ഒക്കെ ഉണ്ട്, നല്ല ഒഫീഷ്യലായിട്ടുള്ള ചാനൽസ് ഉണ്ട്. ഞാൻ ഒരു ചാനലിനെ പ്രത്യേകിച്ച് പറയുന്നില്ല, സ്വന്തമായിട്ട് നോക്കിയാൽ മതിയാവും. നമ്മുടെ സൈറ്റിൽ ഇഷ്ടംപോലെ ഉണ്ടാവും നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്പീക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, ലിസണിങ്ങിനും എല്ലാത്തിനും ഒഫീഷ്യൽ ഗൈഡിൽ ഉണ്ട്, മോക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഇംഗ്ലീഷിൽ ഒരു ബേസ് ഉണ്ട്, അത്യാവശ്യം ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഒഫീഷ്യൽ ഗൈഡ് വെച്ചാൽ ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ, എനിക്കറിയാവുന്ന പല ആൾക്കാരും ഉണ്ട്, ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ആദ്യത്തെ പ്രാവശ്യം തന്നെ 7+ ബാൻഡ് കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പം അത് അത്യാവശ്യം ബേസ് ഉണ്ടായിരിക്കും അവർക്ക്. ഒരു ഇംഗ്ലീഷ് ഒരു ദിവസം ചിലപ്പോൾ കോർപ്പറേറ്റ് ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഓക്കെയാണ്. അല്ലാത്ത ആൾക്കാർക്കും നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഡെയിലി ചെയ്യുന്നുണ്ടായിരിക്കും. ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ട്രെയിനിങ്ങിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഗൈഡ്, ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി കൂടുതൽ സമയമെടുക്കും. നമുക്ക് ആ ഒരു ശരി തെറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കുറവാണ് എങ്കിൽ ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യും. കാര്യം ഇതേപോലത്തെ സീൻസ് ഒരുപാട് കണ്ടിട്ടുള്ള ആൾക്കാരായി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് എളുപ്പം കട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ പഠിക്കാനുള്ള ലേണിംഗ് കർവ് കുറയ്ക്കാൻ പറ്റും. ട്രെയിനിങ് അതാണ് ചെയ്യുന്നത് ബേസിക്കലി. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്താൽ. ചേട്ടാ, ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചിട്ട്
സെൽഫ് സ്റ്റഡി വെച്ചിട്ട് തന്നെ ഒരാൾക്ക് IELTS ക്രാക്ക് ചെയ്യാൻ പറ്റുമോ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും പറ്റും. സെൽഫ് സ്റ്റഡി വെച്ച് മാത്രം ആൾക്കാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ട്. പിന്നെ പല ആൾക്കാരും സെൽഫ് സ്റ്റഡി നടത്തുമ്പോൾ തെറ്റിപ്പോകുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ ഫസ്റ്റ് കാര്യം അവർ ഒഫീഷ്യലായിട്ടുള്ള ഗൈഡ് എടുക്കത്തില്ല. ഓൺലൈനിൽ കിട്ടുന്ന ഏതെങ്കിലും ഗൈഡും പ്രാക്ടീസ് ചെയ്യാൻ ഫ്രീ ആയിട്ടുള്ളതാണ്. അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ റീഡിംഗ് എന്ന് പറയുന്ന സംഭവം മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു, അതിലൊരു ആൻസർ കീ അവർ തന്നിട്ടുണ്ട്. ആൻസർ കീ തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആൻസർ ചിലപ്പോൾ ശരിയായിരിക്കും. അവർ തന്ന ആൻസർ കീ റിഗ്ഡ് ആണെങ്കിൽ, അത് തെറ്റാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇതെന്തുകൊണ്ട് ശരിയാണെന്നില്ല നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. പിന്നെ ലിസണിങ്ങിലാണെങ്കിലും ഇതൊക്കെ ആൻസർ കീനെ പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. ഒഫീഷ്യൽ ഗൈഡിൽ നമുക്ക് എപ്പോഴും ആ ഒരു അഷുറൻസ് ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള സാധനമാണ്. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സെൽഫ് സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാവാം. ഇതിങ്ങനെയാണോ അങ്ങനെയാണോ, പ്രോപ്പറായിട്ട് ഏതൊക്കെയാണ് നോക്കേണ്ടത്, പ്രോപ്പറായിട്ട് ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഇതിന് ഒരു ഐഡിയ ഇല്ല നമുക്ക്. നമ്മൾ അതിന് വേണ്ടിയിട്ട് സെൽഫായിട്ട് ഒരു റിസർച്ച് നടത്തിയാൽ മതി. ഏറ്റവും നല്ല ചാനൽസ് ഏതൊക്കെയാണ്, ഏറ്റവും നല്ലതായിട്ട് നമുക്ക് നോക്കാൻ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ്, അവരുടെ കമന്റ്സ് എന്തൊക്കെയാണ് പറയുന്നത്, അവരുടെ ഈ ഓരോ ചാനലിലുള്ള നമ്മൾ നമ്മുടെ രീതിയിൽ റിസർച്ച് നടത്തുക. ഒഫീഷ്യൽ ഗൈഡ്, പിന്നെ നമ്മൾ ഓൺലൈനിൽ ഫോളോ ചെയ്യാനും അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സ്ട്രക്ചേഴ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചാനൽസിനെ കുറിച്ചുള്ള റിസർച്ച്, പിന്നെ പ്രാക്ടീസ്. മൂന്ന് മാത്രം മതി. നമുക്ക് സെൽഫ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ഗൈഡിൻ്റെ ആവശ്യം ഇല്ല. ഗൈഡ് ഹെൽപ്പ് ചെയ്യാനായിരിക്കും നിങ്ങളെ മെയിൻലായിട്ട്. അല്ലെങ്കിൽ നമുക്ക് പ്രോസസ്സ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കി തരും. പിന്നെ മിസ്റ്റേക്സിനെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കാര്യം മിസ്റ്റേക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ ടു പീപ്പിൾ. നമുക്ക് ഈ ലോകത്തിൽ ഒരു കാര്യവും ഒരാളും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, സ്വന്തമായിട്ട് പഠിക്കാന്ന് പറയുന്നത്. അവിടെ വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തിയാൽ ആ മിസ്റ്റേക്ക് നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും കറക്റ്റ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്ക് ഏത് വേണം പഠിക്കാൻ പറ്റും. എളുപ്പം പഠിക്കാൻ പറ്റും, എളുപ്പം നമുക്ക് അത് ക്രാക്ക് ചെയ്യാനും പറ്റും. പക്ഷേ മിസ്റ്റേക്സ് മനസ്സിലാവാത്ത ഒരാൾ, നമ്മൾ എത്ര പ്രാവശ്യം ചെയ്താലും ആ മിസ്റ്റേക്സ് നമ്മൾ മനസ്സിലായിട്ടില്ല, ഒരാൾ പറഞ്ഞു തന്നാലും മനസ്സിലായിട്ടില്ല. പിന്നെ ആ മിസ്റ്റേക്സ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു മടി, അല്ലെങ്കിൽ ആ മിസ്റ്റേക്സ് ശരിയാക്കാനുള്ള ഒരു ടെൻഡൻസി, ശരിയാക്കാൻ ഒരു റെസിസ്റ്റൻസ്, ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് പാടാപിക്കും. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അങ്ങനെ ഒരു ലൈഫിലുള്ള കാര്യമാണ്. അപ്പോൾ ഈ മറ്റേ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിനും ട്രെയിനിങ് വേണ്ട, സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ചേട്ടാ, തുടർന്നും ഈ IELTS തന്നെയായിരിക്കും ഇപ്പോൾ ഓസ്ട്രേലിയ, കാനഡ അല്ലെങ്കിൽ ഇങ്ങനത്തെ രാജ്യങ്ങൾക്ക് ഈ ഒരു എക്സാം തന്നെ മതിയാവോ, അതോ ഈ പറയുന്ന പോലെ PT അങ്ങനത്തെ വേറെ എക്സാംസ് വേണ്ടി വരുമോ? ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? ഒരുപാട് എക്സാംസ് ഇപ്പം പുതിയ PT കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ എഴുതുന്നുണ്ട്. പക്ഷേ ഇത് IELTS തന്നെയാണ് കുറേ കാലമായിട്ട്, കുറേ വർഷമായിട്ട് ഒരുപാട് മൾട്ടിപ്പിൾ നേഷൻസും ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് ഒരു മെജോറിറ്റി കൺട്രീസും യൂണിവേഴ്സിറ്റീസും പ്രിഫർ ചെയ്യുന്നത് ഇപ്പോഴും IELTS തന്നെയാണ്. അത് ചേഞ്ച് ചെയ്യുവാൻ, ആ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. PT ഒക്കെ ഉണ്ട്, ആൾക്കാർ എടുക്കുന്നുണ്ട്. പക്ഷെ PTയിലൊക്കെ ഇപ്പോൾ ചില ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ റിക്വയർഡ് സ്കോർ കിട്ടാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെന്ന് പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ IELTS ആ ഒരു അവരുടെ ഒരു സ്റ്റാൻഡേർഡ് അവർ ഇത്രയും വർഷമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും അടുത്ത പ്രാവശ്യം അതിനൊരു ഓൾട്ടർനേറ്റീവ് വരുന്നത് വരെ, പ്രോപ്പറായിട്ട് IELTSന് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഓൾട്ടർനേറ്റീവ് വരുന്നത് വരെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും യൂണിവേഴ്സിറ്റീസ് കാര്യം അവർക്ക് ഒരു സെക്യൂറും പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റമാണ് വേണ്ടത്. അതുകൊണ്ട് IELTS തന്നെയായിരിക്കും എടുക്കുന്നത്. പല ആൾക്കാരുടെയും ഈ പേടിയാണ് IELTS എന്ന് പറഞ്ഞ പേടി. ആ ഒരു പേടി ആണ് ആദ്യം നമുക്ക് മാറ്റേണ്ടത്. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എളുപ്പമാണ്. അപ്പോൾ അത് തന്നെയാണ് തീർച്ചയായിട്ടും IELTS തന്നെയായിരിക്കും ഫ്യൂച്ചറിലാണെങ്കിലും
ഒരു ടെസ്റ്റിംഗ് സിസ്റ്റമായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യും. അതെ ചേട്ടാ, ഈ IELTS-നൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ലക്ഷങ്ങൾ വരെ ചെലവാക്കേണ്ടി വരാറുണ്ട്. ഈ പ്രോസസ്സിന് വേണ്ടി ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെർത്തായിരിക്കും? സി ആ ചോദ്യത്തിൽ നമുക്ക് IELTS-ന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചിലവാക്കുക എന്ന് പറയുമ്പോൾ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് അജിൻ പറഞ്ഞത്. ഇപ്പൊ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്? ഇപ്പൊ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ IELTS എഴുതും, ജോലിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ IELTS എഴുതും, പെർമനന്റ് റെസിഡൻഷിപ്പിന് വേണ്ടിയിട്ട് ആൾക്കാർ IELTS എടുക്കും. അപ്പൊ ആ പ്രോസസ്സ് IELTS-ആയിട്ട് ബന്ധമുള്ളതല്ല. ആ പ്രോസസ്സിന്റെ ഒരു ഫാക്ടർ, ഒരു ക്രൈറ്റീരിയയാണ് IELTS. ഇപ്പൊ പഠിക്കാൻ വേണ്ടി പോകണമെങ്കിൽ IELTS വേണം, ജോബിന് വേണമെങ്കിലും IELTS വേണം, അല്ലെങ്കിൽ PR പെർമനന്റ് റെസിഡൻസിക്ക് വേണമെങ്കിലും IELTS-ന്റെ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിവിടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുവാണ് എങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവിടെ ഉള്ളൊരു ക്രൈറ്റീരിയയാണ് IELTS. അപ്പം മറ്റേ പ്രോസസ്സിന് ലക്ഷങ്ങൾ ചിലപ്പോൾ ചിലവാകാം, അതും ഇതുമായിട്ടൊരു ബന്ധമില്ല. IELTS-ൽ ലക്ഷങ്ങൾ ചിലവാക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞത്. കാര്യം പല ആൾക്കാരും IELTS-ൽ ഒരുപാട് പ്രാവശ്യം എഴുതാറുണ്ട്. ഇപ്പോൾ IELTS-ന്റെ ഇപ്പോഴത്തെ ഫീസ് എന്ന് പറയുന്നത് 17,000 എന്തോ ആണ്. അപ്പോൾ അതേപോലെ ഒരുപാട് പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ ലക്ഷങ്ങളാവും. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ ഒരുപാട് പൈസ ട്രെയിനിങ്ങിന് വേണ്ടി ചിലവാക്കാറുണ്ട്, 20,000 30,000 ഒക്കെ ചിലവാക്കാറുണ്ട്. ചില ആൾക്കാർ ഇല്ലീഗൽ വഴി കൂടെ IELTS-ന്റെ സ്കോർ നേടാൻ ശ്രമിക്കാറുണ്ട്. ഇത്ര രൂപ, 50,000 രൂപ, 1 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ ഒക്കെ തന്നു കഴിഞ്ഞാൽ IELTS സ്കോർ തരാമെന്ന് പറഞ്ഞ് ഉള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ പറയുന്ന അങ്ങനത്തെ ചതിക്കുഴികളിലൊന്നും പോയി വീഴരുത്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ എങ്ങാനും പോയി അത് അങ്ങനെ സ്കോർ എങ്ങാനും കൊണ്ടുപോയി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാനാണ് വരുന്നത്. അവർക്ക് പിന്നെ നിങ്ങളെ വേണ്ട, നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല, ബാൻ വരും നിങ്ങളുടെ ഇതിൽ പെർമനന്റ് ആയിട്ട്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ബുദ്ധിമുട്ടുന്നത്? നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് ഈ IELTS സ്കോർ അല്ലെങ്കിൽ IELTS എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ ബബ്ബ അടിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പാർട്ട് ടൈം ജോബ് വേണമെങ്കിൽ ദേ ഷുഡ് നോ ഹൗ ടു സ്പീക്ക്, അല്ലേ? ഇപ്പൊ PR-ന് പോകണമെങ്കിൽ അവിടെ നമ്മൾ വേറൊരു രാജ്യത്തിൽ പോവുകയാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഭാഷ അറിയുന്നു. അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ ഈ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് പോവേലേ, ഇത്രയും കഷ്ടപ്പെട്ട് പോവേലേ, അതിന്റെ ഒരു അംശം പോലും ബുദ്ധിമുട്ടില്ല. നമ്മൾ ദിവസവും ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ സ്പെൻഡ് ചെയ്ത് ശരിയാക്കി കഴിഞ്ഞാൽ. നേരെ മറിച്ച് എനിക്ക് ആക്ച്വലി പണ്ട് ഞാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴില്ല, ഒരുപാട് വർഷം മുന്നേ എനിക്ക് കോൾ വന്നിട്ടുണ്ട്. ഇതേപോലെ ഏജൻസ് വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ട് നമുക്ക്, ഇത് കോൺട്രവേഴ്ഷ്യലാണ് ആക്ച്വലി, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെയാണ് ആദ്യമേ ഞാൻ പറഞ്ഞു, അയ്യോ എന്നെ വിട്ടേക്ക്, ഇത് വരുന്നതെല്ലാം നോർത്തിൽ നിന്നാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കറിയില്ല, നോർത്ത് സൗത്ത് ഡിവൈഡിൻ്റെ കാര്യമല്ല പറയുന്നത്. പക്ഷെ നോർത്തിൽ നിന്നാണ് എനിക്ക് വന്നിട്ടുള്ള കോള്. ഇതേപോലെ ഏജൻസ് വിളിച്ചിട്ടുണ്ട്. അപ്പം അതേപോലെ നടക്കുന്നുണ്ട്, ഞാൻ പല രീതിയിൽ അറിഞ്ഞിട്ടുണ്ട്, നടക്കുന്നുണ്ട്. അത് എപ്പോഴും ഇല്ലീഗലായിരിക്കും. എപ്പോഴും ആ ഒരു പാത്ത് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ മുടക്കുന്ന പൈസ, ഈ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അജിൻ പറഞ്ഞ പോലെ IELTS-ഉം പിന്നെ നമ്മൾ ഇതേപോലെ ഇപ്പം പഠിക്കാൻ പോവുകയാണെങ്കിൽ ആ പ്രോസസ്സും എന്തിനാണെങ്കിലും കുറച്ച് ലക്ഷങ്ങൾ ആകാം. അപ്പോൾ അത് വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് അതിനെ ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ സെലക്ട് ചെയ്യുന്ന കൺട്രി, നമ്മൾ പോകുന്ന എന്തിനാണ് പോകുന്നത്, സ്റ്റുഡൻറ്റ് വിസയ്ക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ PR-നാണോ, അല്ലെങ്കിൽ ജോബിനാണോ? അപ്പോൾ ജോബാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മുടക്കിയ ലക്ഷങ്ങൾ വിത്തിൻ 2 to 3 months റിക്കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ മുടക്കുന്നതൊന്നും ഒരു എമൗണ്ടേ അല്ല, വളരെയധികം നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സ്റ്റുഡൻ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രഗിളുണ്ട്, നമുക്ക് പഠിക്കണം. പല ആൾക്കാരും പഠിക്കുന്നത് മാറ്റിയിട്ട് ജോലി മാത്രം, പാർട്ട് ടൈം ജോബ് മാത്രം അല്ലെങ്കിൽ അതേപോലെ നോക്കും. അത് ഭയങ്കര ഡേഞ്ചറാണ്. പഠിക്കണം. അപ്പൊ അവിടെ പോയി പാർട്ട് ടൈം അവർ അലൗ ചെയ്യുന്നത് നമുക്ക് ആ ഒരു കൾച്ചറുമായിട്ട് മിക്സ് ചെയ്യാനും വർക്ക് എത്തിക്സ് പഠിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ റിട്ടേൺ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മുടക്കുന്ന എമൗണ്ടിന് റിട്ടേൺ പതുക്കെ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള ചിലവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു പാർട്ട് ടൈമും കാര്യങ്ങളും ഒക്കെ
കൊണ്ട് കിട്ടുന്നത്. അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ എപ്പോഴും നമ്മൾ പറയും, നിങ്ങൾക്ക് ഇപ്പോൾ ഫാമിലിയിൽ പൈസയുണ്ട്, അല്ലെങ്കിൽ അതായത് നമുക്ക് ഫാമിലി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിലും ഡു സം പാർട്ട് ടൈം ജോബ്. എന്തിനാണ്? യു ഷുഡ് നോ അബൌട്ട് ദ വർക്ക് എത്തിക്സ്. അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ അത് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ജോലിക്ക് വേണ്ടി മാത്രം നമ്മൾ അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോയ കാര്യം നടക്കില്ല. അപ്പോൾ റിട്ടേൺ ഉണ്ട്. പിന്നെ PR എന്നുണ്ടെങ്കിലും റിട്ടേൺ ഉണ്ട്. ഏറ്റവും ലീസ്റ്റ് എന്നല്ല പറഞ്ഞ റിട്ടേൺ കിട്ടാൻ സമയം എടുക്കുന്നത് സ്റ്റുഡൻറ് ലൈഫായിരിക്കും. കാര്യം നമ്മൾ പഠിക്കാനാണ് പോകുന്നത്. പക്ഷെ അവർക്ക് കൂടി നമ്മൾ ഈ ചിലവാക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും റിക്കവർ ചെയ്യാൻ പറ്റും. അവർക്ക് പഠിച്ചതിന് ശേഷം അവിടെ വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പം തന്നെ നല്ല എമൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ കൺട്രിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചേട്ടാ, ഈ എക്സാമിനേഴ്സ് ജഡ്ജ് ചെയ്യുന്ന ഒരാളുടെ പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്തിട്ടാണോ അതോ വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയ വരുന്നുണ്ടോ? ഈ ലാംഗ്വേജ് സ്കില്ലാണോ? എക്സാമിനേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് സ്പീക്കിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിലാണ്. കാര്യം അവിടെയാണ് നമുക്ക് ഇന്ററാക്ഷൻ വരുന്നത്, എക്സാമിനറുമായിട്ട് ഇന്ററാക്ഷൻ വരുന്നത്. അപ്പൊ അവിടെ നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നോർമലി ദേ ഷുഡ് ബി ഇവാലുവേറ്റിംഗ് ദിയർ ലാംഗ്വേജ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലാംഗ്വേജ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷേ മനുഷ്യരാണ്. ഞാനെപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഒരു ഈ സ്പീക്കിങ്ങിൻ്റെ ടെസ്റ്റ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ടോൺ, പോസസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. കോണ്ടന്റിന്റെ നമ്മൾ പറയുന്ന ക്വാളിറ്റി, നമ്മൾ പറയുന്ന പോയിന്റിന്റെ ക്വാളിറ്റിയോടൊപ്പം തന്നെ ഈ സട്ടിലായിട്ടുള്ള കാര്യങ്ങളും ഫാക്ടേഴ്സ് ആണ്, അത് ബാധിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ ഡ്രസ്സ് ചെയ്ത് പോകണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ വളരെ കാഷ്വലായിട്ട് പോകാം. അത് ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സിങ് ബാധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത്. ടു ബി ഓൺ ദ സേഫ് സൈഡ് എപ്പോഴും പ്രോപ്പറായിട്ട് നമ്മുടെ പാർട്ട് ശരിയാക്കുക. നമ്മൾ അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനല്ല, നമുക്ക് വി വാണ്ട് ടു ഗെറ്റ് ദ സ്കോർ റൈറ്റ് ഫസ്റ്റ് ടൈം കിട്ടണം, നമ്മൾ അറ്റംപ്റ്റ് കിട്ടണം. അപ്പം നമ്മുടെ പാർട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. വലിയ കാര്യങ്ങളുമല്ല ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അങ്ങനെയാണ് പേഴ്സണാലിറ്റി ഹ്യൂമൻ സെൻട്രിക് ആയതുകൊണ്ട് ഫാക്ടേഴ്സ് ആർ ദേർ. ചേട്ടാ, ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിജയിക്കുന്ന കുട്ടികൾ അവർക്കുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് ഇപ്പം വിജയിക്കാതെ പിന്നെയും തോക്കുന്നവരും തമ്മിൽ അതിലൊരു ഷിഫ്റ്റ് ഉണ്ടാവുമല്ലോ. ആ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? ഫസ്റ്റ് ടൈം ക്രാക്ക് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്? ഞാൻ കണ്ടിട്ടുള്ള ഫസ്റ്റ് ടൈം ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ അവർ ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലൈന്റ് പറയില്ല. ഇത് ഇന്നതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തെന്നുള്ള കംപ്ലൈന്റ് പറയില്ല. രണ്ടാമത് അവര് മിസ്റ്റേക്സ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളടുത്ത് മിസ്റ്റേക്സ് എന്താണെന്നുള്ളത് ഇങ്ങോട്ട് ചോദിക്കും. അവർ ക്യൂരിയസ് ആണ് അവരുടെ മിസ്റ്റേക്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ. അവർ ഇങ്ങോട്ട് ചോദിക്കും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളത്. കൃത്യമായിട്ട് എല്ലാ ദിവസവും വിത്തൗട്ട് ബ്രേക്ക് അവർ പ്രാക്ടീസ് ചെയ്യും. കൺസിസ്റ്റൻസി മൈൻഡ് സെറ്റ് ഉണ്ട് അവർക്ക്. പിന്നെ അവര് ഒരു പ്രാവശ്യം ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവര് ഫെയിലിയറിനെ പേടിക്കുന്ന ആൾക്കാരല്ല. ഈ 5 ബേസിക് ആയിട്ടുള്ള വിന്നിങ് മൈൻഡ് സെറ്റ് തന്നെയാണ് അവർക്കുള്ളത്. ഇതൊക്കെയാണ് മെയിൻ വിന്നിങ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അവര് എപ്പോഴും കൺസിസ്റ്റൻസി കീപ്പപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഫെയിലിയറിനെ പേടിക്കില്ല. ഫെയിലിയർ എന്ന് പറയുമ്പോൾ അവർക്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് വിന്നിങ് പ്രോസസ്സിന്റെ പാർട്ടാണ്. ഒരിക്കലും നമുക്ക് ഫെയിൽ ചെയ്യാതെ വിൻ ചെയ്യാൻ പറ്റില്ല. ഫെയിലിയർ ചെയ്തുകൊണ്ടേയിരിക്കും വിൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എപ്പോഴും അവര് ഈ മിസ്റ്റേക്സ് അവരുടെ മിസ്റ്റേക്സ് ആയിരിക്കും ആദ്യം നോക്കുന്നത്. കാര്യം വേറൊരാളുടെ ഇപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും വേറൊരാളുടെ മിസ്റ്റേക്സ് എളുപ്പമാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് അവരുടെ മിസ്റ്റേക്സ് ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്, അതിനെ ക്ലിയർ ചെയ്യാനായിരിക്കും നോക്കുന്നത്. അവരെപ്പോഴും നമ്മളടുത്ത് ചോദിക്കും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. കാര്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ട്രെയിനറിന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് അവർ ചോദിക്കും ഇതിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അവരിങ്ങോട്ട് ചോദിക്കും എന്തൊക്കെയാണ് എൻ്റെ മിസ്റ്റേക്സ്,
അവരിങ്ങോട്ട് ചോദിക്കും. അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മിസ്റ്റേക്സ് അവര് കൃത്യമായിട്ടും ഉൾക്കൊണ്ട് അത് അവർ ക്ലിയർ ചെയ്യും. അടുത്ത പ്രാവശ്യം ആ മിസ്റ്റേക്സ് അവർക്ക് വരില്ല. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരാൾ ഒരു കാര്യത്തിനും പോകാറില്ല. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ മാത്രമേ അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കത്തുള്ളൂ. അപ്പൊ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് നമുക്കൊരു യാത്ര പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ ഇത് നിങ്ങളുടെ IELTS കാര്യം മാത്രമല്ല, ജീവിതത്തിലുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും ഏതൊരു കാര്യം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇപ്പൊ എലോൺ മസ്ക് ഒരിക്കലും റോക്കറ്റ് തിരിച്ച് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടല്ല പുള്ളി ഇറങ്ങിയത്. ഹി ലേൺ ഇൻ ദ പ്രോസസ്. ആ പ്രോസസ്സിൽ പുള്ളി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്തു. കാര്യം എപ്പോഴും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഒരു ജേണിയിൽ. ഒരുപാട് നമ്മുടെ കൺട്രോളിലുള്ളതും കൺട്രോൾ ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഫിഗർ ഔട്ട് ചെയ്തു. ഇതുവരെ ഈ ഒരു കാര്യം IELTS നേടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. ഇന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. പക്ഷെ അടുത്ത നിമിഷം നമ്മൾ ചെയ്യുമ്പോൾ വേറെ ഫാക്ടേഴ്സ് വരും. ഈ ഒരു സെക്കൻഡിൽ മാത്രമേ എല്ലാ ഫാക്ടേഴ്സും നമുക്കറിയാം, ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ സ്റ്റുഡൻസ് എപ്പോഴും അവരുടെ മിസ്റ്റേക്സും കാര്യങ്ങളും നോക്കി അവരെപ്പോഴും കംപ്ലൈന്റ് ചെയ്യില്ല. ഒരു കാര്യത്തിന് ഒരു കംപ്ലൈന്റ് പറയുന്നില്ല. കംപ്ലൈന്റ് പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ എബിലിറ്റിയെ കുറഞ്ഞു കാണുക എന്നുള്ള അർത്ഥം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും മൈൻഡ് സെറ്റ്, പിന്നിങ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ, ഫസ്റ്റ് ക്രാക്ക് ചെയ്ത ആൾക്കാർക്ക് ഉള്ളത്. ചേട്ടൻ ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഈ എക്സാമിന് എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ അടുത്ത് തന്നെ പറയുന്ന കാര്യം, എനിക്ക് ആദ്യം ഒന്നും അറിയില്ല എന്ന് ഞാൻ സമ്മതിക്കും. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ബോണസാണ്. ഞാൻ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം എന്നെ തന്നെ മനസ്സിലാക്കും. അതിനുശേഷം ഞാൻ കൃത്യമായിട്ടും ഒരു ദിവസം മിനിമം ഒരു ഹാഫ് ആൻ അവർ കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലഡ്ജ് ഞാൻ ചെയ്യും. ഇത് എന്തൊക്കെ വന്നാലും ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എപ്പോഴെങ്കിലും. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ IELTS എഴുതി, എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അപ്പൊ ഞാൻ ഗൾഫിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക്. അപ്പൊ നൈറ്റ് ഷിഫ്റ്റില് എനിക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വർക്കിന്റെ കൂടെ തന്നെ എനിക്ക് റീഡിങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞാനാണെങ്കിൽ എൻ്റെ ലാപ്ടോപ്പിൽ റീഡിങ്ങിന്റെ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ചിലപ്പം വർക്കിന്റെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടും. അപ്പൊ എനിക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പ്രാക്ടീസ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലായിരുന്നു. എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി നമുക്ക് ഉണ്ടാവും. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യമായിരിക്കും ആദ്യം ഞാൻ ചെയ്യുന്നത്. പിന്നെ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മിസ്റ്റേക്സ് ഫുള്ളും നോക്കി എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുക്കും. പിന്നെ റെഗുലർ പ്രാക്ടീസ്, ഒരുപാട് പ്രാക്ടീസ് കാര്യങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ നമ്മളവിടെ ട്രെയിനിങ്ങിന് വരുന്ന സ്റ്റുഡൻസ് അവർക്ക് ഇപ്പം ഒരുപാട് ഞാനിങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറില്ല. അപ്പം നമുക്ക് ആവശ്യത്തിന് പ്രാക്ടീസ് കൊടുത്താൽ പോലും കൃത്യമായിട്ട് അവർക്ക് കിട്ടും. കാര്യം നമ്മൾ ടെക്നിക്സും കാര്യങ്ങളും മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ പല സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ചില സംഭവങ്ങളിൽ അവർ ഒരുപാട് പ്രാക്ടീസ് ചെയ്യും, പക്ഷെ ശരിയാ സ്കോർ കൂടുന്നില്ല. കാര്യം അവര് പ്രോബ്ലം ഒരു മിസ്റ്റേക്ക് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം മിസ്റ്റേക്സ് കണ്ടുപിടിക്കും. ഞാനൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ ആദ്യം മിസ്റ്റേക്സ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. അത് ഓരോ പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോഴും ക്ലിയർ ചെയ്യും, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു 100 പ്രാക്ടീസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ എനിക്ക് ചിലപ്പോൾ 10 എണ്ണം ചെയ്താൽ മതിയാവും. എനിക്ക് 100 പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കാട്ടിലും കൂടുതൽ റിസൾട്ട് കിട്ടും. മിസ്റ്റേക്സ് ഓരോ പ്രാവശ്യവും ഞാൻ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ. അല്ല 100 പ്രാവശ്യം ചെയ്താലും എനിക്ക് റിസൾട്ട് കിട്ടത്തില്ല, മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ട്. അതായിരിക്കും ഞാൻ നോക്കുന്നത്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് ടൈം ഞാൻ ഇതായിരിക്കും ഫുൾ ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ എക്സാമിന് മുന്നേ ഞാൻ ഫുൾ മൈൻഡ് സെറ്റും കാര്യങ്ങളും. നമ്മളെ ട്രെയിനിങ്ങിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ IELTS മാത്രമല്ല പഠിപ്പിക്കുന്നത്, അവർക്ക് ബ്രീത്തിങ്ങിൻ്റെ എക്സസൈസസ് പറഞ്ഞു കൊടുക്കും. നമുക്കറിയാമെന്നുള്ള കാര്യം. ആൻസൈറ്റി പ്രോബ്ലമാണ്. ഒരു ആൻസൈറ്റി എന്ന് പറയുമ്പോഴാണ് ഞാനിത് എപ്പോഴും ജെൻഡറിനെ ബേസ് ചെയ്തിട്ടല്ല പറയുന്നത്. ബട്ട് നോർമലി പെൺകുട്ടികൾ അവർക്ക് എക്സാം ഫീവർ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും എൻ്റെ അടുത്ത് പറയും, സാർ എനിക്ക് പണ്ട് മുതലേ ഉണ്ട് ഈ പ്രശ്നം.
ഞാൻ പറഞ്ഞാൽ അത് നമുക്ക് ഈ IELTS എഴുതുന്നതുകൊണ്ട് മാറ്റി തരാം എന്ന് പറയും. ഇനി അവർക്ക് ആ ഒരു എക്സാമിന് കഴിയും എന്താവും കാര്യങ്ങൾ വളരെ ടെൻഷനുണ്ട്. ആൺകുട്ടികൾക്കും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കൂടുതൽ കാണുന്നത് പെൺകുട്ടികൾ. പക്ഷേ നമ്മളവിടെ ബ്രീതിങ്ങിന്റെ എക്സസൈസ് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരുമായിട്ട് അതാണ് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് ആദ്യം മനസ്സിലായാൽ മാത്രമേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ എന്താണ് അവർക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യത്തെ പ്രാവശ്യം ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞ ഒരു പാടുമില്ല IELTS. പക്ഷെ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് ട്രെയിനിങ് ഒക്കെ വേണം. എഴുതി വെച്ചിരുന്ന ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് IELTS എന്ന് പറയുന്നത് നിങ്ങളുടെ വലിയൊരു ശത്രുവോ അല്ലെങ്കിൽ അതൊരു ബാലികേറ മലയോ ഒന്നുമല്ല. നമ്മൾ പല ആൾക്കാർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ്. ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ രണ്ടുപേരും ശ്രമിച്ചത് പല ആൾക്കാർക്കും ഉള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ IELTS എന്ന് പറയുന്നത് ഒരിക്കലും കിട്ടത്തില്ല, അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം എഴുതിയാൽ കിട്ടത്തില്ല എന്നൊക്കെയുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിരിക്കും. നിങ്ങൾ തയ്യാറാണ് എങ്കിൽ, നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ, എൻ്റെ അവിടെ ട്രെയിൻ ചെയ്യുന്ന കുട്ടികൾ ചില ആൾക്കാർക്ക് ഞാൻ പറയാറുണ്ട്, അവരുടെ അപ്പോൾ എൻ്റെ അവിടെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പോയിട്ടുള്ള കുട്ടികൾ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അവർ നമ്മൾ പറഞ്ഞ ഒരു മിനിമം ഒരു ഹാഫ് ആൻ അവർ, നിങ്ങൾക്കൊരു ഹാഫ് ആൻ അവർ ദിവസവും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ട് എങ്കിൽ സ്കോർ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിഷമിക്കാൻ പാടില്ല. നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റ് വയ്ക്കുകയാണെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കിട്ടും, തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഈ ഒരു കോൺവെർസേഷനിൽ മിക്കവാറുമുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ പറ്റിയെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇതിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായും അജിനുമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അജിൻ്റെ ഇതിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും പുള്ളിയെ ഫോളോ ചെയ്ത് പുള്ളിയുടെ ഇതിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇതിനോടുള്ള ഒരു പേടി പോയി എന്നുള്ളൊരു വിശ്വാസത്തിലും ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങൾ കൊടുത്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.